ഗുഡ് മോർണിംഗ്. നമ്മൾ ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രിയുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റോൾ ഓഫ് മെറ്റൽ അയോൺസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റംസ് കണ്ടു. എന്നിട്ട് പിന്നെ ബയോ കെമിസ്ട്രി ഓഫ് അയൺ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഹീമോഗ്ലോബിൻ്റെയൊക്കെ പ്രിലിമിനറി സ്ട്രക്ചർ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് റീവൈൻഡ് ചെയ്യാം. ഹീമോഗ്ലോബിൻ consists of two parts, the heme part and the globin part. ഓക്കെ, അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ സ്പെല്ലിങ് നിങ്ങൾ പല സ്ഥലത്ത് നോക്കുമ്പോൾ ചിലതിൽ HEMOGLOBI എന്നും ചില സ്ഥലത്ത് HAEMOGLOBI എന്നും കാണാറുണ്ട്. അതിൽ HAE എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്, HEMO എന്ന് പറയുന്നത് അമേരിക്കൻ ഇംഗ്ലീഷാണ്. അപ്പോൾ രണ്ട് സ്പെല്ലിങ്ങും യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് HAEMOGLOBI എന്ന് പഠിക്കാം. അപ്പോൾ ഹീമും HAEME. പക്ഷെ ഹീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ടെക്സ്റ്റിലും HEME എന്നാണ്. അതുകൊണ്ട് ഞാൻ അതിന് ഹീമിന് HEME എന്ന് തന്നെയാണ് നമ്മളിനി എഴുതാൻ പോകുന്നത്. ഹീമോഗ്ലോബിൻ എന്നുള്ളത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് HAEMOGLOBIN എന്ന് നമുക്ക് സ്പെല്ലിംഗ് കൊടുക്കാം. ഓക്കെ, ഹീമോഗ്ലോബിൻ കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്, ഹീം ആൻഡ് ഗ്ലോബിൻ. ഗ്ലോബിൻ ഈസ് ദ പ്രോട്ടീൻ പാർട്ട്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. അതിന് ഒരു പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, അതിൻ്റെ പ്രോസ്തറ്റിക് ഗ്രൂപ്പും ഉണ്ട്. ഹീമാണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. അപ്പോൾ ഹീം ഈസ് എ മെറ്റാലോപോർഫൈറിൻ. എന്താണ് ഈ മെറ്റാലോപോർഫൈറിൻ? Metalloporphyrin is one which consists of 4 pyrrole rings joined by methylene bridges containing a metal atom. അതിനെയാണ് മെറ്റാലോപോർഫൈറിൻ എന്ന് പറയുന്നത്. 4 പൈറോൾ റിങ്സ് മെത്തിലീൻ ബ്രിഡ്ജ് വഴി ജോയിൻ ചെയ്യുകയും എന്നിട്ട് അതിനകത്ത് ഒരു മെറ്റൽ ആറ്റം കൂടെ പ്രസൻ്റ് ആയെങ്കിൽ അതിനെ മെറ്റാലോപോർഫൈറിൻ എന്ന് വിളിക്കാം. ഹീമിലെ മെറ്റൽ എന്ന് പറയുന്നത് Fe2+ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് അയൺ പോർഫൈറിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈച്ച് പൈറോൾ റിംഗ് ഹാസ് 2 സബ്സ്റ്റിറ്റ്യൂവൻസ്. ഈ നമ്മുടെ അയൺ പോർഫൈറിൻ ഈച്ച് പൈറോൾ റിംഗ് ഹാസ് 2 സബ്സ്റ്റിറ്റ്യൂവൻസ്. 2 സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്. 2 rings have methyl and vinyl substituents and 2 rings have methyl and propionate substituents. അത് നമ്മൾ കണ്ടായിരുന്നു. 2 റിങ്സിൽ മീഥൈലും വിനൈലും ആണ് സബ്സ്റ്റിറ്റ്യൂവൻസ്. പിന്നെ ബാക്കി 2 റിങ്സിൽ മീഥൈലും പ്രൊപ്യനേറ്റും ആണ് സബ്സ്റ്റിറ്റ്യൂവൻസ്. അങ്ങനെയുള്ള പോർഫൈറിനെ നമ്മൾ പ്രോട്ടോ പോർഫൈറിൻ 9 എന്ന് പേര് വിളിക്കും. സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെ പേരനുസരിച്ച് പോർഫൈറിൻ്റെ പേര് മാറും. അപ്പം നമ്മുടെ ഹീമോഗ്ലോബിനിലുള്ള പോർഫൈറിൻ പ്രോട്ടോ പോർഫൈറിൻ 9 ആണ്. ഇനി Fe2+ ഈസ് 6 കോർഡിനേറ്റഡ്. ഹീമോഗ്ലോബിനിൽ 6 കോർഡിനേറ്റഡ് ആണ് Fe2+. ഓക്കെ, 4 bonds are with nitrogen atoms of pyrrole rings. അയണിൻ്റെ 6 കോർഡിനേഷനിൽ 4 എണ്ണം ഈസ് വിത്ത് നൈട്രജൻ ആറ്റംസ് ഓഫ് പൈറോൾ റിങ്സ്. 1 bond ഈസ് വിത്ത് നൈട്രജൻ ആറ്റം ഓഫ് ഹിസ്റ്റഡീൻ റെസിഡ്യൂ ഓഫ് ഗ്ലോബിൻ. എന്ന് വെച്ചാൽ എന്താണ്? ഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പാർട്ടാണ്. പ്രോട്ടീൻസ് ആർ പോളി അമിനോ ആസിഡ്സ്. അപ്പോൾ ഈ ഗ്ലോബിനിലെ അവസാനത്തെ ഒരു എൻഡിലുള്ള അമിനോ ആസിഡ് ഹിസ്റ്റഡീൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ്. അപ്പോൾ ഹിസ്റ്റഡീനിലെ നൈട്രജൻ ആറ്റത്തിലോട്ടാണ് അയണിൻ്റെ 5ാമത്തെ കോർഡിനേഷൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 5 കോർഡിനേഷനായി. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ? ആ കോർഡിനേഷൻ ഈസ് വിത്ത് ഓക്സിജൻ ഓർ കാർബൺ ഡയോക്സൈഡ് ഡ്യൂറിങ് ഗ്യാസ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ആ കോർഡിനേഷൻ പോസിബിൾ ആയിട്ടുള്ളത് ഗ്യാസ് ട്രാൻസ്പോർട്ടിൻ്റെ ടൈമിൽ മാത്രമാണ്. അത് ഓക്സിജൻ ആയിട്ടാവാം, അതല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡും ആകാം. ഇനി ഇത് രണ്ടും ബോണ്ട് ചെയ്യാത്തൊരവസ്ഥയിലാണെങ്കിൽ അത് വാട്ടർ ആയിരിക്കും ആ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നത്. കോർഡിനേഷൻ ബോണ്ടല്ല, വാട്ടർ ആ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഹീമോഗ്ലോബിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പം പറഞ്ഞത് മയോഗ്ലോബിനുമായിട്ട് സെയിം സിമിലാരിറ്റി ഉള്ള കാര്യമാണ്. മയോഗ്ലോബിനും എന്ത് തന്നെയാണ്? ഹീം പ്രോട്ടീനാണ്. അതിനകത്ത് അയൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞ ഈ സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ മയോഗ്ലോബിന് റിപ്പീറ്റ് ചെയ്യാം. ഹീമോഗ്ലോബിൻ എന്താണ് വ്യത്യാസം?
ഈച്ച് മോളിക്യൂൾ ഓഫ് ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻസ് 4 ഹീം ഗ്രൂപ്പ്സ് ജോയിൻ ടുഗെദർ ത്രൂ സോൾട്ട് ബ്രിഡ്ജസ്. അപ്പോൾ ഒരൊറ്റ ഹീം ഗ്രൂപ്പ് അല്ല ഹീമോഗ്ലോബിനിലുള്ളത്, 4 ഹീം ഗ്രൂപ്പ് ഉണ്ട്. ആൻഡ് ദേ ആർ ജോയിൻ ടുഗെദർ ബൈ സോൾട്ട് ബ്രിഡ്ജസ്. എന്താണ് ഈ സോൾട്ട് ബ്രിഡ്ജ്? NH3+ to CO- ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ. അത് എവിടുന്നാണ് വരുന്നത്? NH3 എന്ന് പറയുന്നത് NH2 + H+ ആണ്. അത് അമിനോ ഗ്രൂപ്പിന്റെ ഡെറിവേറ്റീവ് ആണ്. CO- എന്ന് പറയുന്നത് ആസിഡ്. അപ്പൊ അമിനോ ആസിഡിലുള്ള NH2+ COOH തമ്മിൽ ഒരു സോൾട്ട് ബ്രിഡ്ജ്. അപ്പൊ ആസിഡും ബേസും കൂടെ അടുത്തടുത്ത് വരുമ്പോൾ ഒരു സോൾട്ട് ഫോം ചെയ്യുമല്ലോ. അപ്പൊ ഇത് സോൾട്ട് ഫോം ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ഫോം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ വഴി സോൾട്ട് പോലെ എക്സിസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഈച്ച് മോളിക്യൂൾ ഓഫ് ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻസ് 4 ഹീം ഗ്രൂപ്പ്സ് ജോയിൻ ടുഗെദർ ത്രൂ സോൾട്ട് ബ്രിഡ്ജസ്, ദാറ്റ് ഈസ് NH3+ to CO- electrostatic interaction present between 4 polypeptide chains. ഓക്കെ, അപ്പോൾ ഒരു ഹീമിൽ ഒരു ഗ്ലോബിൻ ഉണ്ട് എന്ന് വെച്ചാൽ ഒരു പോളിപെപ്റ്റൈഡ് യൂണിറ്റ് ഉണ്ട്. പോളിപെപ്റ്റൈഡ് എന്ന് പറയുന്നതും പോളി അമിനോ ആസിഡ് എന്ന് പറയുന്നതും സെയിം ആണ് കേട്ടോ. അപ്പോൾ ഒരു ഹീമിൽ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. അപ്പോൾ 4 ഹീം ജോയിൻ ചെയ്തിട്ടുണ്ടാകുമ്പോൾ 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാകും. ഈ പോളിപെപ്റ്റൈഡ് ചെയിനിലുള്ള സോൾട്ട് ബ്രിഡ്ജസ് വഴിയാണ് ഈ 4 ഹീം ഗ്രൂപ്പും ജോയിൻ ചെയ്തിരിക്കുന്നത് ഹീമോഗ്ലോബിനെ. Therefore, each hemoglobin has 4 Fe2+, so it can take up 4 oxygen molecules. അപ്പോൾ ഓരോ ഹീമോഗ്ലോബിനിലും 4 ഹീം ഗ്രൂപ്പ്സ് ഉണ്ട് എന്ന് വെച്ചാൽ 4 Fe2+ ഉണ്ട്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ടേക്ക് അപ്പ് 4 ഓക്സിജൻ മോളിക്യൂൾസ്. ഒരു Fe2+ന് ഒരു ഓക്സിജനെ എടുക്കാം. അപ്പോൾ 4 Fe2+ന് 4 ഓക്സിജനെയും എടുക്കാം. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓക്സിജനേഷൻ ആണ് പ്രോസസ്, ഓക്സിഡേഷൻ അല്ല. Fe2+ ആയിട്ട് തന്നെ ഇരിക്കണം. ഓക്സിജനെ ആഡ് ചെയ്യുമ്പോൾ Fe2+ Fe3+ ആയിട്ട് മാറാൻ പാടില്ല. Okay, so that the process by which hemoglobin takes up oxygen is called oxygenation and not oxidation. അതെപ്പോഴും മനസ്സിൽ വിചാരിക്കുക. ഹീമോഗ്ലോബിൻ ഓക്സിഡൈസ്ഡ് ആവില്ല, ഓക്സിജനേറ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, വെൻ ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ ഈസ് എ റെഡ് കളേർഡ് കോംപ്ലക്സ്. അപ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുമ്പോൾ ഇറ്റ് ഫോംസ് എ റെഡ് കളേർഡ് കോംപ്ലക്സ്. ഒരു റെഡ് കളറുള്ള കോംപ്ലക്സ് ഫോം ചെയ്യും. അൺബൗണ്ട് ഹീമോഗ്ലോബിൻ ഓർ ഡിയോക്സി ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ഇല്ലാത്ത ഹീമോഗ്ലോബിനെ നമുക്ക് ഡിയോക്സി ഹീമോഗ്ലോബിൻ, നോർമൽ ഹീമോഗ്ലോബിൻ, അതിനെ വേണമെങ്കിൽ ഡിയോക്സി ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കാം. ഡിയോക്സി ഹീമോഗ്ലോബിൻ ഈസ് പർപ്പിൾ ഇൻ കളർ. ഓക്കെ, ഇപ്പം Hb+O2 ഓക്സി ഹീമോഗ്ലോബിൻ, അതിനെ OXY-HB എന്ന് എഴുതാം, അബ്രീവിയേറ്റ് ചെയ്യാം. ഓക്സി ഹീമോഗ്ലോബിൻ ആർട്ടറീസിലാണ് കാണുന്നത്, ഓക്സിജൻ ഉള്ളത് ആർട്ടറീസിലാണ്. ഇനി ഓക്സി ഹീമോഗ്ലോബിൻ ഓക്സിജൻ ലൂസ് ചെയ്യുമ്പോൾ ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. അതിനെ നമുക്ക് വേണമെങ്കിൽ ഡിയോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ വെയിൻസ്.